ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. എന്തു പറ്റി ഈ BJPയുടെ ദേശീയ നേതാക്കൾക്ക്? ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ സഖ്യകക്ഷികളുടെ പിന്തുണ നിർബന്ധമായും ആവശ്യമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴിതാ 1991 മുതൽ 2009 വരെ വാജ്പേയിലൂടെ BJP നിലനിർത്തിയ മണ്ഡലമാണ് ലക്നൗ. അതിനുശേഷവും BJPയുടെ കയ്യിൽ തന്നെയാണ്. ഈ 1991 മുതൽ 2014 വരെ BJPയുടെ തുറുപ്പ് ചീട്ടായി നിന്ന ലക്നൌവിൽ അവിടെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പ്രതിപക്ഷങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അങ്ങനെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലം, രാജ്നാഥ് സിംഗിന് 2014 ഏകദേശം 3 ലക്ഷത്തോളം അടുത്ത ഭൂരിപക്ഷം നൽകിയ ലക്നൗ മണ്ഡലത്തിൽ തനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. അതായത് തനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രവചിക്കാനോ പറയാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BJPയുടെ നേതാക്കന്മാരുടെ പ്രതീക്ഷകളിൽ, ആത്മവിശ്വാസത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലക്നൗ എന്ന് പറയുന്നത് BJPയുടെ ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു 2014 വരെ BJP പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2019 കടന്നു പോകുമ്പോൾ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ പ്രമുഖനായ നേതാവ്, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് പോലും പ്രതീക്ഷയർപ്പിക്കാതെ ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് BJP പരാജയത്തിന്റെ മുൾമുനയിലാണ് എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ BJP ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടും എന്നുള്ളതിന്റെ യഥാർത്ഥ മുഖം തന്നെയാണ് ഇന്ന് രാജ്നാഥ് സിംഗിലൂടെയും പുറത്തു വന്നിട്ടുള്ളത്. അമിത പ്രതീക്ഷകൾ നൽകി മറ്റുള്ള നേതാക്കന്മാർ കടന്നു വരുമ്പോൾ പോലും സത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി പറയാൻ രാം മാധവിനെ പോലെയുള്ള BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്നാഥ് സിംഗും തയ്യാറായി മുന്നോട്ട് വരുന്നത് BJPയുടെ പതനത്തിന്റെ യഥാർത്ഥ മുൾമുനയാണ് ജനങ്ങൾക്ക് സൂചിപ്പിച്ചു നൽകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.